ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നമ്മളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ദൈവമായ കർത്താവ് നമുക്ക് കേവലം ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല, അനുസരിപ്പാനും ജീവിപ്പാനും അതിന് തക്കവണ്ണം ദൈവികമായിരിക്കുന്ന കൃപകൾ അനുഭവിപ്പാനും തക്കവണ്ണം നമുക്ക് തരുന്ന സ്വർഗീയ ദൂതുകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുവെഴുത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന ദൈവിക ആലോചനകളെ കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വത്തിന് നന്ദിയോടെ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആരാധനയോടും സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ലളിതമായ ഒരാത്മീക ആശയത്തിന് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. മുമ്പേ നടക്കുന്നവർ എന്ന തലവാചകത്തിൽ ഈ വാക്യത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിപ്പാൻ നാം ഇന്ന് തുനിയുകയാണ്. ഈ വാക്യം യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ്. യോഹന്നാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് അപ്പൻ സെക്കര്യാവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന്, ആരായിരിക്കും യോഹന്നാൻ, എന്തായിരിക്കും യോഹന്നാൻ്റെ ദൗത്യം, അവൻ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു മുന്നറിയിപ്പ് വാഗ്ദത്തമായി കൊടുക്കുന്നതാണ് ഈ ഭാഗത്തിൻ്റെ ഉള്ളടക്കം. യോഹന്നാനെക്കുറിച്ച് പല പ്രാവശ്യം നമ്മൾ ഇതുപോലത്തെ ലളിതമായ ചിന്തയിൽ തന്നെ പല വാക്കുകളിലൂടെ നമ്മൾ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുണർന്ന് ദൈവത്തിൻ്റെ വചനത്തേക്ക് നിരീക്ഷിക്കുമ്പോൾ ഇതിനകത്ത് കണ്ട 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന് മുന്നോടിയായി യോഹന്നാൻ നടക്കും എന്നാണ് ഈ വാക്യം. യേശുവിൻ്റെ വഴിയൊരുക്കുന്നവനും കർത്താവിനെ പരിചയപ്പെടുത്തുന്നവനും ഒക്കെ ആയിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് തിരുവെഴുത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമുക്ക് യോഹന്നാൻ്റെ ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ വാക്കിനകത്ത് നാം ആദ്യം ഓർപ്പിച്ചതുപോലെ അവൻ്റെ മുമ്പാകെ നടക്കും എന്നൊരു വാക്ക്. നടക്കുക എന്ന വാക്ക് ബൈബിളിൽ ഒരുപാട് ഭാഗത്തുണ്ട്. നടക്കുക, ഓടുക, ഈ 2 വാക്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇതിനകത്തെ പല കാര്യങ്ങളും നമ്മൾ വ്യാഖ്യാനിക്കണം, ആത്മീകവൽക്കരിക്കണം. ഇത് സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലെ മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ബോധ്യമുള്ള, അനുദിനവും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളുമായിട്ട് സ്വർഗത്തിലെ വിഷയങ്ങളെ കമ്പയർ ചെയ്തിരിക്കുന്ന ആ സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ചില വാക്കുകൾ കൊണ്ട് അഗാധമായിരിക്കുന്ന ആത്മീക രഹസ്യങ്ങളെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നടക്കുക, ഓടുക എന്ന വാക്ക് തിരുവെഴുത്തിൽ നമ്മൾ വെറുതെ മുമ്പോട്ടും പുറകോട്ടും നടക്കുന്നതിനെക്കുറിച്ച്, നമ്മൾ മുമ്പോട്ട് ഓടുന്നതിനെക്കുറിച്ചോ അല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന് വ്യക്തമായിരിക്കുന്ന ആത്മീക അർത്ഥമുണ്ട്. നടക്കുക എന്നതിന് ജീവിക്കുക എന്നും, ഓടുക എന്നതിന് ആത്മീക ജീവിതം നയിക്കുക എന്നുമാണ് അർത്ഥം. ഇപ്പം നടക്കുക എന്ന് വേദപുസ്തകത്തിനകത്ത് കാണുമ്പോൾ എഴുന്നേറ്റിട്ട് കാലേ 2ലും ഷൂവോ ചെരുപ്പോ ഇട്ടിട്ട് കൊളസ്ട്രോൾ മാറാൻ വേണ്ടി നടക്കുന്നത് പോലെ ചുമ്മാ പട്ടണത്തിലൂടെ വഴിയോരത്തൂടെ കാലം നീട്ടി നടക്കുക എന്നൊരർത്ഥം എടുക്കരുത്. നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവോചനം ഉദ്ദേശിക്കുന്നത് ജീവിക്കുക എന്നാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത്, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ഒരു കസേരയ്ക്കകത്ത് കാലും കയറ്റി വെച്ചുകൊണ്ട് നടപ്പ് ശരിയാവുന്നുണ്ടോ, കാലുകൾ വയ്ക്കുന്നത് ശരിയാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇൻസ്പെക്ഷൻ ഇരിക്കുകയും നമ്മളെ ദൈവത്തിൻ്റെ കസേരയുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ചല്ല. ജീവിക്കുക എന്നാണ് അതിനർത്ഥം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്,
നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി ജീവിക്ക്, അത്രയേ ഉള്ളൂ നടക്കുക എന്ന് പറഞ്ഞാൽ. ഇനി എപ്പോൾ ബൈബിളിൽ ആ വാക്ക് കണ്ടാലും ജീവിക്കാനുള്ള ആഹ്വാനമാണ് അത് എന്ന കാര്യം ഓർത്തോളണം. അനേക വാക്യങ്ങൾ നടക്കുക എന്ന വാക്കിനെ ചൊല്ലി അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഓടുക എന്ന് പറയുമ്പോൾ ആത്മീകമായി ശുശ്രൂഷാപരമായി ഒക്കെയാണ് അത് ചിന്തിക്കേണ്ടത്. ഓടുക എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഏൽപ്പിച്ച ആത്മീക ദൗത്യം പൂർത്തീകരിച്ചു. ജീവിച്ചു മരിച്ചു എന്നല്ല. ദൈവം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, അതിനുവേണ്ടി താൻ ഓടി എന്ന് പറയുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആത്മീകമായിട്ട് ആ ദൗത്യം പൂർത്തീകരിച്ചു എന്നാണ് ഞാൻ ഓട്ടം തികച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, ആരാണ് തടുത്തത് എന്ന് ചോദിക്കുന്നൊരു വാക്യമുണ്ട്. നന്നായി ഓടുക എന്ന് പറഞ്ഞാൽ നല്ല ആത്മീയത്തിൽ യോഗത്തിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും സഭായോഗത്തിന് വരികയും കൈകൊട്ടി പാട്ടുപാടുകയും കുടുംബ പ്രാർത്ഥന നടത്തുകയും ദൈവത്തെ ഭയപ്പെടുകയും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉന്മാഷത്തോടു കൂടി ചെയ്യുകയും ചെയ്തിരുന്നു. അതാണല്ലോ ആത്മീയം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ആരോ തടുത്തെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്നതാണ്. ആത്മീക കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഓട്ടം എന്ന് പറയുന്നത്. പ്രിയരെ, ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വാക്യത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നടന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ അവൻ ജീവിച്ചു തെളിയിച്ചു. എന്താണ് യോഹന്നാൻ്റെ ജീവിത ലക്ഷ്യം എന്നത് ഈ വാക്യത്തിനകത്തുണ്ട്. ഈ വാക്യത്തിൽ പറയുന്നത് എന്താ? ചിലരെ ബോധവൽക്കരിച്ച് തിരിക്കണം. അടിവരയിടുന്നെങ്കിൽ ആ വാക്യത്തിൽ ഇടേണ്ടത് ഇതാണ്, തിരിക്കുക എന്ന വാക്ക്. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക. അപ്പോൾ തിരിക്കുക, ഒരുക്കുക എന്ന രണ്ട് വാക്കുകളകത്ത് കിടക്കുന്നുണ്ട്. എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയേല. ജീവിതം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതും അറിയേല. തിന്നു കുടിച്ചു കഷ്ടിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ എന്തിനാണ് ഈ ജന്മം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ആയുസ് കൊണ്ട് എന്ത് നിർവഹിക്കണം എന്ന് നമ്മൾക്ക് കൃത്യമായൊരു ബോധം ഉണ്ടാകണം. ഇവിടെ ഇതാ ചിലരെയൊക്കെ കലങ്ങിയിരുന്ന ചിലരെയൊക്കെ ദൈവമായ കർത്താവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പദ്ധതിയിൽ ചില ഹൃദയങ്ങളെ തിരിക്കേണ്ടിടത്ത് തിരിച്ചും ചിലരെ ബോധവൽക്കരിച്ചും അങ്ങനെയൊക്കെ ജീവിക്കാൻ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ജീവിതം. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. നമ്മൾ നേരം വിളിക്കുന്നു, ഓടുന്നു, അധ്വാനിക്കുന്നു, പിള്ളേരെ വളർത്തുന്നു, കടം മേടിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, പലിശയ്ക്കെടുക്കുന്നു, എന്തെല്ലാം പരിപാടികളാണ്. പക്ഷേ ദൈവമേൽപ്പിച്ചൊരു ദൗത്യം ഈ ജീവിതത്തിനകത്തുണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ചിലരെ തിരിക്കുക, ചിലരെ ഒരുക്കുക. ഈ രണ്ട് ദൗത്യമാണ് യോഹന്നാൻ സ്നാപകൻ ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെന്താ ചെയ്യുന്നത്? അതിന് അദ്ദേഹം സാധാരണ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ആരോഗ്യം കിട്ടുന്നു, പഠിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ബുദ്ധി കിട്ടുന്നു, ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വിവേകം കിട്ടുന്നു. അതുകൊണ്ട് മാത്രം ജീവിതം സുന്ദരമാക്കാനോ ദൗത്യം പൂർത്തീകരിക്കാനോ പറ്റിയല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, ഏലിയാവിൻ്റെ ആത്മാവിലും ശക്തിയോടും കൂടെ നടന്നു. അപ്പോൾ ചിലരുടെ മുമ്പാകെ നടന്ന് ചില കാര്യങ്ങൾ നിർവഹിക്കണം. മുമ്പേ നടക്കുന്നവർ, അങ്ങനൊരു കൂട്ടർ എല്ലാ വീട്ടിലും കാണും. അപ്പൻ, അമ്മ, മക്കൾ, മരുമക്കൾ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ചൈൽഡ്, എന്ത് വേണം, ഇവരെല്ലാം കൂടി ഒരു വീട്ടിലാണോ രണ്ട് വീട്ടിലാണെങ്കിൽ ഒരു കുടുംബം, ഒരു ഫാമിലി ട്രീ എടുക്കണം. ആ കുടുംബത്തിനകത്ത് ഇവരുടെയൊക്കെ മുമ്പേ നടക്കുന്ന പറഞ്ഞാൽ മാതൃകയോടെ ജീവിച്ച് ചില ദൗത്യങ്ങൾ ചെയ്ത് മക്കളെ അനർത്ഥത്തിന് കൊടുക്കാതെ, കുടുംബം തകരാതെ, തല്ലിപ്പിരിയാതെ, കലഹം ഉണ്ടാക്കാതെ, രണ്ടുപേരും കൂടി ചേർന്നിരിക്കുന്നവരെ തമ്മിൽ പിരിക്കാതെ, മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നവരെ തമ്മിൽ ഇണക്കി. അതൊക്കെ ഒരു ദൗത്യമാണ്. അതിന് PhD എടുക്കണ്ട, അതിന് സെമിനാരിൽ പോയി പഠിക്കണ്ട. ദൈവാത്മാവകത്തുണ്ടെങ്കിൽ, ആത്മശക്തിയോടുകൂടെ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന്. കലങ്ങിയിരിക്കുന്ന, മാറി നടക്കുന്ന, ദൈവത്തെക്കുറിച്ച് ബോധമില്ലാത്ത അങ്ങനെയുള്ളവരെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ പറ്റും. ചിലരെ ദൈവത്തിന് വേണ്ടി ഒരുക്കാൻ പറ്റും, ചിലരെ സന്തോഷിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെ കെടുതികളെ മാറ്റാൻ പറ്റും, വലിയ പാറക്കല്ലുകളെ ഉരുട്ടിക്കളയാൻ പറ്റും, ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തികളെ നിങ്ങൾക്ക് തുരുത്താൻ പറ്റും.
നിങ്ങളുടെ മുമ്പിൽ വഴികൾ ഒരുക്കാൻ പറ്റും, നിരപ്പാക്കാൻ പറ്റും. അതിന് സാധാരണ ഈ ലോകത്തിൽ കിട്ടുന്ന ഒരു ജീവിതത്തിന് വേണ്ട കലോറി അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ആഹാരത്തിൽ നിന്നോ വിദ്യാഭ്യാസത്തിൽ നിന്നോ കിട്ടുന്നത് കൊണ്ട് മാത്രം നടക്കുകയല്ല. നിങ്ങൾ ആത്മീക ജീവിതം നയിക്കുക. അതാണ് ഏലിയാവിൻ്റെ ആത്മാവിലും ശക്തിയോടും കൂടെ നടക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു സാധാരണക്കാരനായി ജീവിക്കാതെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ ആത്മീക ശക്തിയോടെ ദൈവത്തെ കൂട്ടുപിടിച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മുമ്പാകെ ജീവിക്കാൻ തുടങ്ങി. ഒരാളൊരു വീട്ടിൽ ഈ പറയുന്നത് പോലെ ജീവിച്ചാൽ, അവരുടെ മുമ്പാകെ ജീവിച്ചാൽ ചില വിഷയങ്ങൾ പരിഹാരം ഉണ്ടാകും, ചില കാര്യങ്ങൾ തകർക്കപ്പെടും. നിങ്ങളെ ഒതുക്കുമെന്ന് പറയുന്ന വിഷയങ്ങളെ നിങ്ങൾ ഒതുക്കാൻ തുടങ്ങും. നിങ്ങൾ ചിലർക്ക് വഴികാട്ടിയാകും. നിങ്ങൾ നിമിത്തം ചിലർ ഉയർന്നു വരും, പൊങ്ങി വരും. നിങ്ങളുടെ വീട്ടിൽ തന്നെയായി പറയുന്ന കേട്ടോ. അതുകൊണ്ട് മക്കൾക്കോ കുടുംബത്തിനൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ആരെങ്കിലും ഒരാൾ യോഹന്നാൻ്റെ ദൗത്യം പോലൊരു ദൗത്യം അങ്ങ് ഏറ്റെടുക്ക്. ദൈവത്തോട് പറ, എൻ്റെ വീട്ടിൽ എനിക്ക് ചിലരുടെ മുമ്പാകെ നടക്കണം, ജീവിച്ച് തെളിയിക്കണം. എൻ്റെ കർത്താവ് അതിന് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യോഹന്നാനിൽ പകർന്നത്, വിശുദ്ധന്മാരിൽ പകർന്നത്, കർത്താവെ പോരിനെയും പോർവളിയെ ഒതുക്കിക്കൊണ്ട് മുന്നേറുവാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ ബലം എനിക്ക് തരണം കർത്താവെ. വെറുതെ ജീവിച്ചിട്ട് ഞാൻ മടുക്കുകയാണ്, വെറുതെ ജീവിച്ചിട്ട് ഞാൻ പരാജയപ്പെടുകയാണ്. എന്നാൽ ഏലിയാവിൻ്റെ ആത്മാവിലും ശക്തിയിലും എന്നെഴുതിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ എൻ്റെ സമൂഹത്തിൽ, ഞാൻ എൻ്റെ വീട്ടുകാരുടെ നടുവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ചിലരെ നമുക്ക് നേടാം, ചിലരെ നേരെ നിർത്താം, ചിലരെ വിജയിപ്പിക്കാം. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ തോറ്റു തുന്നമ്പാടി വീട്ടിൽ ഒതുങ്ങിയിട്ട് ദൈവമില്ലെന്നും പറഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിശാചിനെ കുറ്റം പറയാതെ നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്ന അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക. ദൈവമുണ്ടെന്ന്, ആത്മാവുണ്ടെന്ന്, ദുർഘടങ്ങളെ നേരെയാക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങളെ പൊളിച്ച് നിങ്ങൾക്ക് പുതിയ വാതിൽ തുറന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിക്കുക. ഈ വാക്യം വീണ്ടും വായിക്കുക. ഈ സന്ദേശം വേണമെങ്കിൽ ഒന്നോടെ കേൾക്ക്. വിജയിക്കാൻ പറ്റും. എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവിലും ശക്തിയിലും നടക്ക്, അഥവാ ജീവിക്ക്. ബാക്കി ദൈവം തെളിയിക്കും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യോഹന്നാനെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ സ്നാപകനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ ചിലരുടെ മുമ്പാകെ അങ്ങ് ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവമേ, വഴുവഴുപ്പിൽ നിൽക്കുന്നവരും മനസ്സുകൊണ്ട് അകന്ന് നിൽക്കുന്നവരും ദൈവത്തെ കുറ്റം പറയുന്നവരും ദൈവത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരുമായവരെ ഞങ്ങൾ ആത്മാവിൽ ആത്മീക ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ, ചിലരുടെ മുമ്പാകെ വിശുദ്ധിയോടും മാതൃകയോടും കൂടി ജീവിക്കാൻ തുടങ്ങിയാൽ ശത്രു തോക്കും, ഞങ്ങൾ ജയിക്കും എന്നതിൽ ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേണ്ടപ്പാ. ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ജീവിതം വിജയിപ്പിക്കാനുള്ള കൃപ കൊടുത്തേക്കണമേ. പ്രാർത്ഥിച്ച് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. രാവിലെ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.